ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത എൻഗേജ്മെൻറ്റ് ഹാമ്പർ സെറ്റിലേക്ക് നമുക്കൊരു 4 kg ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. 2 kgയുടെ 2 ബോക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഹാമ്പർ ബോക്സുകളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ കരുതി ആ ഒരു വീഡിയോയിൽ കാണിച്ച ജപ്പാൻ സ്റ്റൈലിൽ റാപ്പ് ചെയ്യാമെന്ന്. ഒരു ബോക്സ് റാപ്പ് ചെയ്യാനായിട്ട് നമുക്ക് 1 മീറ്റർ സാറ്റിൻ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത്. അത് നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഈ ഒരു ബോക്സ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ 4 അറ്റവും ഇതുപോലെ ഇങ്ങനെ കൂട്ടി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. 2 രീതിയിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. രണ്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഹാമ്പർ ബോക്സ് ഒക്കെ കിട്ടാത്ത സമയത്ത് ചെയ്യാൻ പറ്റിയ അതല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ടൈറ്റാക്കി പിടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ടൈറ്റിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റബ്ബർ ബാൻഡ് ഒരു 3-4 ഒക്കെ ഒരുമിച്ച് പിടിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം. റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ നമ്മൾ മുടിയിലൊക്കെ കെട്ടി കൊടുക്കുന്ന ആ ഒരു ബണ്ണ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്താലും മതി. എന്തായാലും ഇതുപോലെ നല്ല ടൈറ്റാക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ 4 കോണായിട്ടുള്ള ആ ഒരു ഭാഗങ്ങളുണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പിരിച്ചു കൊടുക്കണം. ഇവിടെയും നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ബോൾ പിന്ന് വെച്ചിട്ട് ഇവിടെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 പിന്നൊക്കെ വെച്ചിട്ട് കുത്തി കൊടുക്കണം. അപ്പോൾ ഈ ഒരു ക്ലോത്ത് എടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ത്രെഡൊക്കെ അങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നി. അപ്പോൾ എനിക്കിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ടൈമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒന്ന് ഉരുക്കി കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ 4 കോണും ഇതുപോലെ നന്നായിട്ട് വലിച്ച് പിടിച്ച് പിരിച്ച് കൊടുത്തിട്ട് ഇതുപോലെ റൗണ്ടാക്കിയിട്ട് കുത്തി കൊടുക്കണം. കുത്തി കൊടുക്കുന്ന സമയത്ത് ആ ഒരു അറ്റത്ത് മാത്രം പിന്നെ കൊടുത്താൽ പോരട്ടോ, ഇടയിലൊക്കെ ഒന്ന് പിന്നെ കുത്തി കൊടുക്കണം. ഏതെങ്കിലും ഭാഗത്ത് ക്ലോത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോൾ പിന്ന് കുത്തി കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇതിനേക്കാൾ സിമ്പിളായിട്ടുള്ളൊരു രീതിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഇടയ്ക്കൊക്കെ ഈ ഒരു ബോൾ പിന്ന് കുത്തി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കി വെക്കാം. എന്നിട്ട് നമുക്കിതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ഐഡിയ നോക്കാം. അതും ഏകദേശം അതേപോലെ തന്നെയാണ്, എന്നാൽ അതിനേക്കാൾ സിമ്പിളായിട്ടാണ് കേട്ടോ. ഇതിനും 1 മീറ്റർ സാറ്റിൻ ക്ലോത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നല്ല വശം പുറത്തേക്കാകുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റബ്ബർ ബാൻഡ്, അതല്ലാന്നുണ്ടെങ്കിൽ ഹെയറിലൊക്കെ കുത്തി കൊടുക്കുന്ന ആ ഒരു ബണ്ണ് ഇട്ട് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് ഇവിടെ പിടിക്കണം. ഞാനിവിടെ റബ്ബർ ബാൻഡ് ആയതുകൊണ്ട് ഒരു 3-4 പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അതുപോലെ അങ്ങനെ വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തത് 4 കോണും സെപ്പറേറ്റ് ആയിട്ടല്ല ഇതുപോലെ പിരിച്ചു കൊടുത്തിരുന്നത്. ഇത് നമ്മൾ ഈ ഒരു ക്ലോത്ത് മുഴുവനായിട്ടും ഇതുപോലെ പിടിച്ചിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കെട്ടി കൊടുക്കാം. എന്നിട്ട് ഇടയിലൊക്കെ ബോൾ പിൻ ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കണം. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ 2 രീതിയിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചില ക്ലോത്തിൽ ഇതുപോലെ ചെയ്യുമ്പോഴായിരിക്കും വൃത്തി, ചില ക്ലോത്തിൽ മറ്റു രീതിയിൽ ചെയ്യുമ്പോഴായിരിക്കും വൃത്തി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അത് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നന്നായിട്ട് ബോൾ പിന്ന് കുത്തി കൊടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അഴിഞ്ഞു പോരും. സാറ്റിൻ ക്ലോത്താണ് ഇത്. ഈ ഒരു ക്ലോത്തിൽ ചെയ്താൽ ഈ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ക്രേപ്പിലോ ജോർജറ്റിലോ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് കുറഞ്ഞ ചിലവിൽ നല്ല എലഗൻ ലുക്കിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണിത്. അപ്പോൾ ഇതാണ് എൻഗേജ്മെൻറ്റിൻ്റെ ഹാമ്പറിൻ്റെ ഫുൾ സെറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ആ ഒരു റെഡ് ബോക്സ് തന്നെയാണ് കേട്ടോ. മറ്റുള്ളതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നത് തന്നെയാണ്, പക്ഷേ ഇത് നമ്മൾ അധികമായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയയും കൂടിയാണിത്. ഈ ഹാമ്പറുകൾ ഫുള്ള് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഈ ഒരു റെഡ് ബോക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഏത് ഹാമ്പറാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.